more youngsters are thinking like കൂടുതൽ എങ്ങനെ കംഫർട്ടബിൾ ആയിട്ട് ഫാഷൻ ആൻഡ് സ്റ്റൈലിഷ് ആവാം എന്നുള്ളത്. അപ്പോൾ 2024 കൂടുതലും അങ്ങനത്തെ ഒരു കണ്ടംപററി ലൈൻസും ആൻഡ് ഷിയർ ഫാബ്രിക്സ് ഇന്നാണ്. കോട്ട് സെറ്റ്സ് ഉണ്ട്. ഈ ഒരു പാറ്റേൺ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കനി കുസൃതിയുടെ സാരി അല്ലേ നമ്മുടെ റെഡ് കാർപ്പറ്റ് ലുക്കിലെ ഒരു ലുക്ക് ഞങ്ങൾക്ക് ഭയങ്കര ഫൺ ഫ്ലാംബോയിൻ്റ് അങ്ങനെ ഒരു കളർഫുൾ ഇത് വേണമായിരുന്നു. അത് ഞങ്ങളുടെ കളർ പാലറ്റിൽ ഓൾറെഡി ഉള്ളതായിരുന്നു. ഷീ ചോസ് ദാറ്റ്. കയ്യിലൊരു തണ്ണിമത്തൻ ബാഗുമായി ക്യാൻസിന്റെ റെഡ് കാർപ്പറ്റ് വേദിയിൽ കനി കുസൃതി നടന്നു കയറിയത് വൈറലായിരുന്നു. പലസ്തീന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ ഉയർത്തിക്കാട്ടിയ ആ ബാഗ് ഡിസൈൻ ചെയ്തത് ആരാണെന്ന് എങ്ങനെയാണ് എന്നും സമൂഹ മാധ്യമങ്ങളിലടക്കം ചർച്ചയുമായിരുന്നു. കനിയുടെ ആ ഉറച്ച നിലപാടിന് കട്ട സപ്പോർട്ടായി കൂടെ നിന്ന് ആ ബാഗ് ഒരുക്കി കൊടുത്തത് ഫാഷൻ ഡിസൈനറായ ദിയ ജോൺ ആണ്. ഫാഷൻ സ്റ്റൈലിസ്റ്റ് ദിയ ജോൺ ആണ് ഇന്ന് നമ്മുടെ മിനുക്കത്തിലെയും അതിഥി. ഫാഷൻ ട്രെൻഡുകൾ എന്തൊക്കെയാണ്, പുത്തൻ ട്രെൻഡിനൊപ്പം നമ്മൾ എങ്ങനെയൊക്കെ സഞ്ചരിക്കണമെന്ന് ദിയ ജോൺ നമുക്ക് പറഞ്ഞു തരും. നമുക്ക് നോക്കാം. ഹലോ ദിയ. ഹായ്. അപ്പോൾ കാൻസ് ഫിലിം ഫെസ്റ്റിവലിലെ റെഡ് കാർപ്പറ്റിൽ ഒരു എലമെന്റ് ക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഫാഷൻ സെൻസും അല്ലെങ്കിൽ അത്രയും ഫാഷനെ കുറിച്ചുള്ള ധാരണയും ഉണ്ടായിരിക്കണം. അപ്പം ദിയ അത് കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം എന്താണ് ഈ 2024 ഓക്കെ 2024 ഫാഷൻ ട്രെൻഡ്സ് എന്ന് പറയുന്നത് ഇപ്പം എന്താണ്? സോ ആസ് യു സെഡ് ഫസ്റ്റ്, ഫാഷനിൽ നിൽക്കുമ്പോൾ നമ്മൾ കോൺസ്റ്റൻ്റ്ലി ഇത് തന്നെയാണല്ലോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ലൈക്ക് യുനോ വെൻ യു ആർ ഈറ്റിംഗ് ആൻഡ് സ്ലീപ്പിംഗ് ലൈക്ക് കോൺസ്റ്റൻ്റ്ലി എന്തായിരിക്കും ലേറ്റസ്റ്റ് അത്. അപ്പോൾ യു ആർ constantly searching for this and getting knowledge about it. And 2024 is all about tradition with a modern twist. അങ്ങനെയാണ്. And salt ഇപ്പോഴും ഓൾവേസ് അങ്ങനെ കണ്ടംപററി ലൈൻ ആയതുകൊണ്ട് ഞങ്ങളൊരു ഇന്ത്യൻ എലമെന്റിനെ എങ്ങനെ കണ്ടംപററി ആക്കാം. ഓക്കെ, വെസ്റ്റേൺ ഇന്ത്യൻ ഫ്യൂഷൻ അങ്ങനെ. സോ that is my expertise. I like doing that. Okay. And minimalism as always. People are more getting into that comfort and minimal. Fashionable ആവുകയാണെങ്കിലും എങ്ങനെ കംഫർട്ടബിൾ ആയിട്ട് സ്റ്റൈലിഷ് ആവാം എന്നുള്ളതാണ്. And I also personally like that. Instead of ഭയങ്കര ഹെവി ഒക്കെ നമ്മള് that's a more trend. More youngsters are thinking like കൂടുതൽ എങ്ങനെ കംഫർട്ടബിൾ ആയിട്ട് ഫാഷൻ ആൻഡ് സ്റ്റൈലിഷ് ആവാം എന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ വി ഹാവ് ക്രിയേറ്റഡ് ലോട്ട് ഓഫ് ക്ലോത്ത്സ് ലൈക്ക് ദാറ്റ്. ഇപ്പോഴത്തെ ആൾക്കാരും ദ കസ്റ്റമേഴ്സ് ആർ ഓൾസോ വെരി അവെയർ. ഇപ്പോൾ 2024 കൂടുതലും അങ്ങനത്തെ ഒരു കണ്ടംപററി ലൈൻസും ആൻഡ് ഷിയർ ഫാബ്രിക്സ് ഇന്നാണ്. കോട്ട് സെറ്റ്സ് ഉണ്ട്. ഇപ്പോൾ 3 കോട്ട് സെറ്റ്സ്, ആദ്യം 2 കോട്ട് സെറ്റ്സ് ഉണ്ടായിരുന്നു ഷർട്ട് ആൻഡ് പാൻസ്. ഇപ്പോൾ 3 കോട്ട് സെറ്റ്സ് ആയി വിത്ത് ജാക്കറ്റ്സ്. ആൻഡ് ജാക്കറ്റ്സിലും പല ട്രഡീഷൻ മിക്സിംഗ് വിത്ത് ലോങ് ആൻഡ് ഷോർട്ട് ആൻഡ് ക്രോപ്പ് ജാക്കറ്റ്സ് അങ്ങനെ പല സിലുവെറ്റ്സിലും ഡ്രസ്സസ് ഡ്രസ്സസിലും കുറച്ചുകൂടെ കാഷ്വൽ ഡ്രസ്സസ് വിത്ത് കണ്ടംപററി കട്ട്സ് ആൻഡ് പാറ്റേൺസ് ആർ വെരി മച്ച് ഇൻ. കോർസറ്റ് ബ്ലൗസസ് ആർ ഇൻ. അപ്പം ഐ ഷോ യു ഫ്യൂ. കറക്റ്റ്. അപ്പം നമുക്ക് ഇവിടെ ഇപ്പം നമ്മൾ കാണുന്നത് കണ്ടംപററി മോഡൽ ചെയ്തിരിക്കുന്ന ആണ് അല്ലേ? അപ്പം 3 കോൺസെപ്റ്റ്സ് എന്ന് പറയുന്ന പോലെ എങ്ങനെയാണ് ലൈക്ക് ദിസ് ഇസ് എ 3-piece coat. Like it comes with a skirt. Okay. It is a draping skirt. I like draping. I like to play around with drapes. എങ്ങനെയാണ് ഡ്രേപ്പിംഗ് എന്ന് പറയുന്നത്? ഇപ്പോൾ അറിയാത്ത ആളുകൾക്ക് ജസ്റ്റ് ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യാനാണെങ്കിൽ നമുക്ക് ഫാബ്രിക് തന്നെ വെച്ചിട്ട് പല ഫോൾസ് ക്രിയേറ്റ് ചെയ്യാം. ലൈക്ക് മേ ബി ഇറ്റ് ഇൻസ്പയർഡ് ഫ്രം സാരി, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ മുണ്ടെടുക്കുന്നതെന്ന്, അല്ലെങ്കിൽ പ്ലീറ്റ്സ് എടുത്ത് ഡ്രേപ്പ് ചെയ്ത് പിൻ ചെയ്ത് നമുക്ക് അതിനെ വി ക്രിയേറ്റ് എ സാമ്പിൾ ഓൾ ദ ടൈം. ഓക്കെ. അപ്പോൾ ഐ ഹവ് ക്രിയേറ്റഡ് കപ്പിൾ ഓഫ് ഡ്രേപ്പിംഗ്സ്. ഐ വിൽ ഷോ യു. അപ്പോൾ അങ്ങനെ ഒരു ഡ്രേപ്പ് സ്കേർട്ടാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ. സോ ഇറ്റ്സ് നോട്ട് ടു ഫിറ്റഡ് ഓൾസോ. ലൈക്ക് പണ്ട് എപ്പോഴും നമ്മൾ ലെഹങ്കാസിലൊക്കെ ഫ്ലെയർഡ് സ്കേർട്ട്സ് ആണല്ലോ, അപ്പം അത്രയും ഹെവി ആവണ്ട, പക്ഷെ ഇത്തിരി സ്റ്റൈലിഷ് ആൻഡ് ഡ്രസ്സി ആവണം ഒരു ഒക്കേഷൻ എന്നുണ്ടെങ്കിൽ ദേ ക്യാൻ യൂസ് ദിസ്. ആൻഡ് this is a sleeveless blouse, added a bit of Indian touch. We have created a sequencing, cut beads, jerrys added. This is a handwork we have used, and we have used a silk, modal silk material, and this is a jacket. Itri see-through aitla material use ചെയ്തിട്ടൊരു people who are not comfortable showing off their sleeves or they don't want to wear sleeveless, they can give a overlay. Correct. So it's a ഒരു ചെറിയ കട്ട് ഇവിടെ വരും. Like this is skirt. It's a crop blouse and a jacket. Okay. And neon colors and bright colors are very much in these days. അപ്പോൾ it gives a color and add on that, ഒരു പാർട്ടി ഫീൽ. പിന്നെ ഒരുപാട് അതിൽ
എംബ്രോയിഡറി ചെയ്യേണ്ട. അത് ഇപ്പൊ ഇതിലും കുറച്ച് സീക്വൻസ് മാത്രമേ ചെയ്തിട്ടുള്ളൂ അല്ലെ, അത് എങ്ങനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം? അതൊരു മിനിമൽ ഒരു ഡീറ്റെയിലിംഗ്, ഒരു എംബ്ലിഷ്മെന്റ്സ് ആഡ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഒരു പാർട്ടി വെയർ കോൺസെപ്റ്റിലേക്ക് വരും. പിന്നെ യു ക്യാൻ ഡ്രസ് അപ്പ് ലൈക്ക് സ്റ്റൈൽ ചെയ്യാം, നല്ല ജ്വല്ലറീസ് എന്തെങ്കിലും ലോങ് ഇയറിംഗ്സ് ഇടാം. അപ്പൊ കുറച്ചുകൂടെ അത് ഡ്രസ്ഡ് അപ്പ് ഒരു ഫീൽ ഉണ്ടായിരിക്കും. അതെങ്കിലും ഒരു കുട്ടി ചോക്കർ ഇടാം അങ്ങനെ. അപ്പൊ വാട്ട് എവർ ദേ കെൻ മിക്സ് ആൻഡ് മാച്ച്, ദാറ്റ് വിൽ ഓൾസോ ഹെൽപ്പ്. വൺസ് ദേ ഫൈനലൈസ് ദ ഔട്ട്ഫിറ്റ് വി ഹാവ് ജ്വല്ലറീസ്. അപ്പൊ അതും വെച്ച് ഞങ്ങൾ മിക്സ് കംപ്ലീറ്റ് അറ്റയർ, അല്ലെങ്കിൽ അവരുടെ അടുത്ത് തന്നെ ഉള്ള ജ്വല്ലറീസ് അവർക്ക് യൂസ് ചെയ്യാം ഇതിന് വേണ്ടിയിട്ട്. അപ്പോൾ that is one thing. It's very fast moving and everyone like that, all kind of body types like that, you know. ചേച്ചിയുടെ അറ്റയർ ആണെങ്കിലും ഇതോട് സാമ്യമുള്ള ഒരു അറ്റയർ അല്ലേ? This is also a drape, like what we have done. Okay. We have done in different colors, like okay, colors, different colors and or a pattern. So that we'll be having few color palettes. അപ്പോൾ അതിലേക്ക് കുറച്ച് ശരിക്കും എന്ത് മെറ്റീരിയൽ ആണ്? This is satin crepe. Satin crepe. Yeah. Then we have kaftans. Like kaftans ആണെങ്കിലും ഇപ്പൊ ഭയങ്കര കംഫർട്ടബിൾ ആണ്, ഭയങ്കര ബോഡി ഹഗ്ഗിങ് അല്ല. അപ്പോൾ നമുക്ക് ഭയങ്കര ബോഡി ഇത് കാണുന്നുണ്ടോ അങ്ങനത്തെ ടെൻഷനൊന്നുമില്ല. യു വിൽ ബി ഫീലിംഗ് ലൈക്ക് വാക്കിംഗ് അറൌണ്ട് ഇൻ വെരി ബ്രീസി ഫീലിംഗ് ആയിരിക്കും. This look അല്ലേ? അതെ. ദെൻ മാത്രമല്ല കഫ്താൻ എല്ലാ ടൈപ്പ് ആൾക്കാരും ഞാൻ അതിവിടെ ശ്രദ്ധിച്ചിട്ടുണ്ട്. സ്കിന്നി ആണെങ്കിലും കുറച്ച് തിക്കാണെങ്കിലും ഒക്കെ എല്ലാവർക്കും ഇടുമ്പോൾ അത് ചേരും. സോ കറക്റ്റ്. when they see it hanging here, they might not understand. അത് ചിലപ്പോൾ ഇടുമ്പോൾ ചേരും. ഇട്ട് കഴിയുമ്പോൾ അവർ പറയും ഓ നല്ലതാണല്ലോ. I'll show you few kaftans also. So this is a belt kaftan I've created. ഇതും ഒരു പാർട്ടി ഒക്കേഷൻ അല്ലെങ്കിൽ ഒരു ഈവനിങ് വെയർ അങ്ങനെ ഇടാം. ഷാംപെയിൻ കളേഴ്സും ഇപ്പം ഇന്നാണ്. ഇറ്റ് കംസ് എ ഡ്രേപ്പ് ഹിയർ ആൻഡ് ഈ ബെൽറ്റ് ഇടുമ്പോൾ കുറച്ചുകൂടെ ഒരു ബോഡി ഷേപ്പ് വരും. പിന്നെ ഇറ്റ് ഹാസ് എ ഡീപ്പ് വി. ഇത് ടൈറ്റ് ചെയ്യണതിനനുസരിച്ചിട്ട് നെക്ക് ഡെപ്ത് കുറയ്ക്കുകയും കൂട്ടുകയും ചെയ്യാം. Then you can wear a nice jewelry and a clutch bag. ഇത് മതി മോദി. ഇത് കസ്റ്റമൈസ് ചെയ്തിട്ടുള്ളതാണ് അല്ലേ? ഇതെല്ലാം ഞങ്ങളുടെ പ്രെറ്റ് ലൈൻ ആണ്, അതായത് ഞങ്ങളുടെ റെഡി ടു വെയർ ലൈൻ ആണ്. ഇതിപ്പോ ഇഫ് സംബഡി വാണ്ട് ദ സെയിം അറ്റയർ എന്തെങ്കിലും ഒരു ഒക്കേഷന് ഇന്ന കളറിൽ വേണം അല്ലെങ്കിൽ അവർക്ക് ബ്രൈറ്റ് കളറിൽ വേണമെങ്കിൽ വിൽ കസ്റ്റമൈസ്. ഓക്കെ. അപ്പൊ ഈ നേരത്തെ നമ്മൾ കണ്ട ഗ്രീൻ പോലെ തന്നെ ചെറിയൊരു വർക്ക് അല്ലേ അതിനകത്ത് കൊടുത്തിരിക്കുന്നത്? അതെ. അതൊക്കെ ഹാൻഡ് എംബ്രോയിഡറി ചെയ്തിട്ടുണ്ട്. ഒരു ബെൽറ്റ്, ഒരു എക്സ്ട്രാ ആക്സസറി ആയിട്ട് ഈ ബെൽറ്റ് നിങ്ങൾക്ക് വേറെ എൻ്റെ കൂടി മൂരിയിട്ട് ഉപയോഗിക്കാം. പിന്നെ ഇതിനകത്ത് വരുന്ന വേറെ എന്തൊക്കെയാണ് ഉള്ളത്? Then we have ഇങ്ങനത്തെ ഡ്രസ്, സിമ്പിൾ, but we have given layers. കണ്ടു കഴിഞ്ഞാൽ ഒരു 2 layer ഡ്രസ് പോലെ തോന്നും. It comes in one layer. Yeah, one piece with layers. Okay, fine. ഇതിൽ നമ്മൾ അധികം വർക്കിനോ ഒന്നും പോയിട്ടില്ല. ഇതും നല്ല എന്തെങ്കിലുമൊക്കെ ജ്വല്ലറി ഇട്ട് കഴിഞ്ഞാൽ യു ക്യാൻ ആഡ് ഓൺ. അതിൽ ഒരുപാട് ഇങ്ങനെ ഹാൻഡ് എംബ്രോയിഡറി വരുമ്പോൾ അതിൻ്റെ ഒരു മിനിമൽ ആ ഒരു ഭംഗി പോകും. സോ ഇറ്റ്സ് മോർ അബൌട്ട് ദറ്റ് കട്ട് ആൻഡ് പാറ്റേൺ, സിലുവറ്റ് ആൻഡ് ദ ഫാബ്രിക് ഹൈലൈറ്റ് ചെയ്യാൻ മോർ ദാൻ ദ എംബ്രോയിഡറി. വി ഹവ് ക്രിയേറ്റഡ് എംബ്രോയിഡറി സെൽവാർ. സോ ഇങ്ങനെ എംബ്രോയിഡറി ചെയ്തിട്ടുള്ള ഒരു സെൽവാർ, ലൈക്ക് സ്ട്രേറ്റ് കട്ട്സ് ആർ വെരി ഇൻ നൗ. അപ്പോൾ ഒരു നോർമൽ സ്ട്രേറ്റ് കട്ട് അങ്ങനെ കൊടുക്കുന്നതിന് പകരം അത് കുറച്ചുകൂടെ സ്റ്റൈലിഷ് ആവാൻ ക്രിയേറ്റഡ് 3 piece like a corset blouse, പിന്നെ ഒരു ഫ്ലെയർഡ് പാൻസ്, എന്നിട്ട് ഒരു ഓർഗൻസ ഓവർലേ പോലെയാണ് ഈ കുർത്ത ട്യൂണിക് കൊടുത്തിട്ടുള്ളത്. നോട്ട് ഓവർലേ, ഇറ്റ്സ് എ ടോപ്പ് അങ്ങനെ. അതിൽ വി ഹാവ് ഗിവൺ ജെറി ഹാൻഡ് എംബ്രോയിഡറി. അപ്പോൾ ഇതിൻ്റെ കൂടെ ദുപ്പട്ടയും കൂടെ വരുമ്പോൾ ഒരു ഫുൾ ഫോർമൽ കംപ്ലീറ്റ് ലുക്ക് ആവും. ആൻഡ് ഇറ്റ് ഗിവ്സ് ലൈക്ക് 3 pieces. ഈ ബോട്ടംസും വേറെ ടോപ്സിൻ്റെ കൂടെ യൂസ് ചെയ്യാം. കോർസെറ്റ്സും we can wear it with sarees and all. So when I design, I always think multiple purposes in എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളത്. Then we have a body fitted drape dress. ഈ ഡ്രേപ്സ് 2 സൈഡിലോട്ട് ഫോൾ ചെയ്യും. It looks very stylish. നമ്മുടെ ബോഡി കോൺ പോലെ കിടക്കുമോ? ബോഡി കോൺ പോലെ ബോഡി ഫിറ്റഡ് ആയിട്ട് തന്നെ കിടക്കും ഇത്. ബട്ട് ഇത് സ്ട്രെച്ചബിൾ ഫാബ്രിക്കിൽ കുറച്ചുകൂടെ ഫിറ്റഡ് ആയിരിക്കും. ദിസ് ഇസ് നോട്ട് സ്ട്രെച്ചബിൾ. ഞങ്ങൾക്ക് സ്ട്രെച്ചബിൾ ഫാബ്രിക്കിലും ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ഇത്. ആൻഡ് ഇറ്റ് ഗിവ്സ് എ നൈസ് ഒരു മെറ്റ് ഗാല, ലൈക്ക് വെരി ഡ്രസ്, ഈവനിങ് നൈസ് ഡ്രസ്, അങ്ങനത്തെ ഒരു കോൺസെപ്റ്റിൽ ക്രിയേറ്റ് ചെയ്ത. ആൻഡ് വൈഡ് വി ഡീപ്പ് നെക്ക് ആണ് ഇതിന് വരുന്നത്. യു കൻ വെയർ എ നൈസ് നെക്ക് വെയർ, ഇറ്റ് വിൽ ലുക്ക് സ്മാർട്ട്. ഈ സ്റ്റൈൽ ഇപ്പോൾ ഒരുപാട് പേര് യൂസും ചെയ്യുന്നില്ല, പണ്ടത്തേതിലും. ആൻഡ് വി യൂസ്ഡ് വെരി റിച്ച് സിൽക്ക് ഫാബ്രിക്. ആൻഡ് ബാക്കിലും ഇങ്ങനെ ഒരു ഡീറ്റെയിലിംഗ് കൊടുത്തു, ചെറിയ ഒരു ഫിറ്റ് വേണമെങ്കിൽ
ഫിറ്റിന്റെ ചെറിയൊരു ഇത് കൊടുക്കാൻ വേണ്ടി. ഇത് മോസ്റ്റ്ലി ഫ്രീ സൈസ് ആയിരിക്കും. കഫ്താൻസ് എല്ലാം എല്ലാവർക്കും സൈസ് കറക്റ്റ് ആയിരിക്കും. ചിലർക്ക് ലെങ്ത് ഇഷ്യൂസ് ഉണ്ടാവും, ചിലർക്ക് ചിലപ്പോൾ കുറച്ച് ഓവർ സൈസ്ഡ് ആണെങ്കിൽ ക്രിയേറ്റ് അക്കോർഡിംഗ് ടു ദെയർ ചെറിയ ഓൾട്രേഷൻസ് സൈസിൽ ചെയ്യും. മോസ്റ്റ്ലി എല്ലാവർക്കും ഇതുവരെ ഇത് കയറാതിരുന്നിട്ടില്ല. ബിക്കോസ് അത്രയും നമ്മൾ ഇറ്റ്സ് മോർ ദാൻ ഫിറ്റിങ്ങിനേക്കാൾ കൂടുതൽ ആ ഒരു ഫോളും ഫ്രീ സൈസും ആയിരിക്കും എല്ലാ കഫ്താൻസും. ഇതും എല്ലാവർക്കും ചേരുന്ന ഒരു റൂഷ് ക്രിയേറ്റ് ചെയ്തു. ഇതിപ്പോ ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ, നമ്മൾ ഈ മെറ്റീരിയൽ എന്ന് പറയുന്നത് ക്രേപ്പ് ആണ്. അത് മാത്രമല്ല നമ്മളിപ്പോ ഒരു ഷാഡോ പോലെ നമുക്ക് അത് ദേഹത്ത് ഇടുമ്പോൾ കാണാനും പറ്റും. അപ്പൊ ഇതില് എങ്ങനെയാ ഇന്നേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത്? ഇതിന് യൂഷ്വലി ന്യൂഡ് കളേഴ്സ് യൂസ് ചെയ്യാം, പിന്നെ സ്ലിപ്പ് ഇടാം. യുനോ വി ഗെറ്റ് ഇപ്പൊ M&S പോലത്തെ കടകളിലൊക്കെ ബേജ് കളറും ബ്ലാക്ക് കളറും ഒക്കെ സ്ലിപ്പ് ഉണ്ടാവും. വി ക്യാൻ ക്രിയേറ്റ് നമ്മുടെ അല്ലെങ്കിൽ കോട്ടണിൽ നമ്മളിവിടെ ചെയ്തു കൊടുക്കും. പീപ്പിൾ പ്രിഫർ കോട്ടൺ. ചെറിയ തിൻ ഡോറി വെച്ചിട്ടുള്ള സ്ലിപ്പ് സെയിം കളറിൽ. പക്ഷെ മോസ്റ്റ്ലി എല്ലാവരുടെയും ഇപ്പൊ ഇങ്ങനത്തെ ഇന്നേഴ്സും എല്ലാം അപ്പൊ അതുകൊണ്ട് ഇതുവരെ അങ്ങനെ ഇതിന് വന്നിട്ടില്ല. ഭയങ്കര സീത്രൂ ആയിട്ടുള്ള മെറ്റീരിയൽ ഒക്കെ ആണെങ്കിൽ ഡെഫിനറ്റ്ലി വി ക്രിയേറ്റ് ഹോൾ സ്ലിപ്പ്. ആ ഡ്രസ്സിന്റെ കൂടെ തന്നെ നമ്മൾ അത് ചെയ്യും. കാരണം ചിലപ്പോൾ കസ്റ്റമേഴ്സിന് ചില കളേഴ്സ് അവർ പ്രിഫർ ചെയ്യാത്തത് ഈ കാരണം കൊണ്ടായിരിക്കാം. ഭയങ്കര തിൻ ഓഫ് വൈറ്റ് കളേഴ്സ്, ബേജ് കളേഴ്സ്, ഷാമ്പെയിൻ ഒക്കെ ഇടുമ്പോ കുറച്ചും കൂടെ വിസിബിൾ ആയിരിക്കും. മോർ ദാൻ ഡാർക്ക് കളേഴ്സ് ഇപ്പൊ റെഡും ബ്ലാക്കും ഒന്നും ഇടുമ്പോ അത്രയും വിസിബിൾ ആയിരിക്കില്ല. അപ്പൊ ബട്ട് ദീസ് ഡേയ്സ് എല്ലാരും അങ്ങനെ പറയും, ഇങ്ങനെ വേണമെങ്കിൽ നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കും. ഭയങ്കര സട്ടിൽ കളേഴ്സിന് ഞങ്ങൾ ഇന്നർ പീസും കൂടെ ചെയ്ത് വയ്ക്കും. ഓൾസോ ഐ ആം എ പേഴ്സൺ, ഐ ലൈക്ക് അങ്ങനത്തെ കളേഴ്സ് എക്സ്പെരിമെന്റ് ചെയ്യാൻ, പുതിയ പുതിയ കളേഴ്സ് കൊണ്ടുവരാൻ. It's, you know, gives me also a happiness. Okay. അപ്പൊ നമുക്ക് ഇനി നെക്സ്റ്റ് സെഷനിലേക്ക് പോലെ ഇവിടുത്തെ ഏകദേശം ഓക്കെ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് സെഷനിലേക്ക് അപ്പൊ നമ്മളിപ്പോ കണ്ടത് ഒരു കുറച്ച് പാർട്ടി വെയർ ആണ്. നമ്മൾ കുറച്ച് കാഷ്വലാണോ കാണാൻ പോകുന്നത്? കാഷ്വൽ അല്ല, ബട്ട് ഇറ്റ് ഹാസ് മോർ പ്രിന്റ്. ഒരു ബ്രഞ്ചിനോ അല്ലെങ്കിൽ ടു ഡ്രസ്ഡ് അപ്പ് അല്ലാത്ത എന്തെങ്കിലും ഒരു ഈവനിങ് ഗെറ്റ് ടുഗെദർ അങ്ങനെ, അല്ലെങ്കിൽ ഈവൻ ഫോർ ദ കോക്ടെയിൽ പാർട്ടീസ് അങ്ങനത്തെ ഡ്രസ്സസും ഉണ്ട്. പ്രിന്റ്സ് ആണല്ലേ കൂടുതൽ? പ്രിന്റ്സ് ഉണ്ട്, സ്ട്രൈപ്സ് ഉണ്ട്. സോ വി ഹാവ് ഡ്രസ്സസ് ലൈക്ക് ദിസ്. ഇതൊക്കെ എന്തെങ്കിലും ട്രാവൽ, ബീച്ച് അങ്ങനെയൊക്കെ. ഇപ്പൊ ഒരുപാട് പേര് ഹോളിഡേയ്സിനോ എന്തിടണം എന്നൊക്കെ അവർക്ക് ഫുൾ പ്ലാൻ ചെയ്യും. ഇൻസ്റ്റഗ്രാമിൽ പിക്ചേഴ്സ് ഒക്കെ ഭയങ്കര പ്ലാൻ ചെയ്ത് എല്ലാവരും പോവും. പിന്നെ കംഫി ഷർട്ട്, ഡ്രസ്, ലോങ് സ്ലീവ്സ് ഇതിങ്ങനെ ടൈഡ് ആവും. കഫ്താൻ മോഡലാണ്. പക്ഷെ ഇത് ഫുൾ ഡ്രേപ്പ് ഡ്രസ്സാണ്, ലൂസ് ഫിറ്റ് ആണ്, ഇത്തിരി ബാഗി ആണ്. ബട്ട് ഇത് കെട്ടുമ്പോ ഇറ്റ് ലുക്സ് ബാഗിലേക്ക് ഫുൾ റാപ്പ് ചെയ്ത് ഫ്രണ്ടിൽ കെട്ടും. റാപ്പ് ചെയ്തിട്ടാണ്. ദെൻ വി ഹാവ് ഒരു കോക്ടെയിൽ ഇവന്റിനൊക്കെ ഇടുന്നെങ്കിൽ മുകളിലിങ്ങനെ പ്ലീറ്റഡ് ഹോൾട്ട് നെക്ക് ഡ്രസ്. ഈ കളർ എന്ന് പറയുന്നത് ഇപ്പൊ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടായിരിക്കും. അപ്പൊ ഈ കളർ എനിക്ക് തോന്നുന്നു വൺ ഓഫ് ദി ട്രെൻഡിങ് കളേഴ്സിൽ ഉള്ളൊരു ഒരു മോവ് ആൻഡ് ഓറഞ്ച് മിക്സ് ആണിത്. ഈ ഒരു പാറ്റേൺ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കനി കുസൃതിയുടെ സാരി അല്ലേ, നമ്മുടെ റെഡ് കാർപ്പറ്റ് ലുക്കില്. അപ്പൊ അതിന്റെ ഒരു ബാക്കി അല്ലെങ്കിൽ ഇതിൽ നിന്ന് ഇൻസ്പയർ ചെയ്തിട്ടാണോ അത് എടുത്തത്? ഞങ്ങൾക്ക് എല്ലാ സീസണും ഞങ്ങൾ ഡെവലപ്പ് ചെയ്യും പ്രിന്റ്സ്. അപ്പൊ ആ സമയത്ത് വന്നൊരു സെറ്റ് ഓഫ് സ്ട്രൈപ്സും ഫ്ലോറിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊന്ന് കാണിച്ചപ്പോ പുള്ളിക്കാരത്തി ആ താന്ന് വി ഷോഡ് ആൻഡ് യുനോ നമ്മളിങ്ങനെ വെച്ച് നോക്കിയപ്പോൾ ഇത് സാരി എടുക്കാൻ ഭയങ്കര നല്ലതാണല്ലോ. ഒരു ലുക്ക് ഞങ്ങൾക്ക് ഭയങ്കര ഫൺ, ഫ്ലാംബോയന്റ്, അങ്ങനെ ഒരു കളർഫുൾ ഇത് വേണമായിരുന്നു. അത് ഞങ്ങളുടെ കളർ പാലറ്റിൽ ഓൾറെഡി ഉള്ളതായിരുന്നു. ഷീ ചോസ് ദാറ്റ്. ഓക്കെ. ഇത് മെറ്റീരിയലും ക്രേപ്പ്. ശരിക്കും നമ്മുടെ ഈ വീട്ടില് അമ്മമാര് യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ഉണ്ടല്ലോ, അതാണെന്ന് പെട്ടെന്ന് തോന്നും. പക്ഷെ ആ കറക്റ്റ് ആ മെറ്റീരിയൽ പണ്ടത്തെ മറ്റേ ഷിഫോൺ സാരീസ്, ഫ്ലോയി, ഇത് കൂടുതലും അങ്ങനത്തെ ഫ്ലോയി മെറ്റീരിയൽസിലാണ് നമുക്ക് ഇങ്ങനത്തെ കഫ്താൻസും ഡ്രസ്സസും ഈവൻ സാരീസ് ഓൾസോ വി ആർ ക്രിയേറ്റിംഗ് സാരീസ്, ഡ്രേപ്സ്. അങ്ങനെ ആ ഫ്ലോയിൽ തന്നെ പല GSM ഉണ്ടാവും. തിക്ക് കൂടിയതുണ്ടാവും, കുറച്ചുകൂടെ തിന്നായിട്ടുള്ള ഉണ്ടാവും. അപ്പോൾ വി ചൂസ് ഫ്രം ദ യുനോ സെലക്ഷൻ, ഏത് വേണം, ഏത് ഫാബ്രിക്കിന്റെ മുകളിൽ ഏത് പ്രിന്റ് കൊടുക്കണം. അങ്ങനെ ഓൾസോ ദാറ്റ് ഡ്രസ് വി ഹവ് ഡെവലപ്ഡ് ദിസ് പ്രിന്റ്. ദിസ് ആർ ദിസ് അപ്കമിങ് കളക്ഷൻ. സോ വി മെയ്ഡ് എ പ്ലീറ്റിംഗ് അപ്പർ പോർഷൻ ആൻഡ് താഴത്തേക്ക് പ്രിന്റ്സ് വരുന്ന രീതിയിൽ. സോ വി ക്രിയേറ്റഡ് ലോട്ട് ഓഫ്, ഇതിപ്പോ 2 സ്റ്റൈലും ചെയ്തിട്ടുണ്ട്. ഇത് ഗ്രീൻ ഓപ്പോസിറ്റ് വരുന്ന രീതിയിൽ, ലൈക്ക് ദിസ് ഇസ് ഗ്രീൻ ബ്ലൂ വിത്ത് ഗ്രീൻ അങ്ങനെ. പിന്നെ വി ഹാവ് ഫ്യൂ കോക്ടെയിൽ ഓരോരോ ഫോമിൽ അങ്ങനെ
സിമ്പിൾ കൗൾ നെക്ക് ഡ്രസ്. ഇതും എല്ലാവർക്കും ഇടുമ്പോഴും നല്ല Okay. ചേരുന്ന. ഇപ്പൊ ഈ ഇതെന്ന് വെച്ചാൽ സിംഗിൾ കളേഴ്സ് മാത്രമല്ലോ, പ്രിന്റ്സ് വരുന്നതുകൊണ്ട് എങ്ങനെയാണ് ജ്വല്ലറി നമ്മൾ ഇത് ചെയ്യുന്നത് എങ്ങനെയാ? പ്രിന്റ്സ് വരുമ്പോൾ പ്രിന്റിന് കളർഫുൾ ആൻഡ് ലൗഡ് ഒക്കെ ആണെങ്കിൽ അത്ര അധികം ജ്വല്ലറിയിൽ വി ക്യാൻ ക്രിയേറ്റ് മിനിമൽ. സം പീപ്പിൾ റിയലി ലൈക്ക് ഫൺ സ്റ്റൈലിംഗ്. അപ്പോൾ നമ്മൾ അതിലും ജ്വല്ലറീസിലും വി ക്യാൻ ക്രിയേറ്റ് കളേഴ്സ്. വി ഹാവ് ജ്വല്ലറീസ് ഐ ഷോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓറഞ്ച് ഡ്രസ് ഇപ്പോൾ കുറച്ചുകൂടെ ഫണ്ണായിട്ട് വേണമെങ്കിൽ സി മേ ബി ദ സെയിം ഓറഞ്ച് ഓക്കെ. ഓർ മോർ കളേഴ്സ്. ഫ്യൂ പീപ്പിൾ ലൈക്ക് ദാറ്റ് കളേഴ്സ്. അതല്ലെങ്കിൽ കുറച്ചുകൂടെ സട്ടിൽ ആയിട്ട് എന്തെങ്കിലും ഗോൾഡ് പീസ് മാത്രം ഇത് ചെയ്യാം. അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഒരു ടോട്ടലി ഡിഫറെന്റ്. ഓക്കെ. കുറച്ചുകൂടെ പ്രിന്റഡ് ലുക്ക് ഉള്ളതുകൊണ്ട് കുറെ അങ്ങോട്ട് ഫാൻസി ആക്കാൻ ആളുകൾ പോവില്ല. അതെ, ഈവൻ ദിസ് ഓൾസോ ലുക്കിംഗ്. ഓക്കെ ഓക്കെ, അങ്ങനെ ചെയ്യാം. പിന്നെ ഞാൻ നേരത്തെ ഒരു ഗ്രീൻ ഡ്രസ്സ് പറഞ്ഞില്ലേ, നമ്മുടെ പാർട്ടി പാർട്ടി വെയർ. അതിന്റെ കൂടെയും കുറച്ച് പെയർ ചെയ്ത് ഒരു ഈവനിങ് പാർട്ടി ലുക്ക് നല്ലതാണ്. പിന്നെ വി ഹാവ് സ്വരോസ്കി. ഈവൻ ദിസ് ഇയറിംഗ് ഓൾസോ ഗോൾഡ്. ഓക്കെ. അപ്പൊ ഇതിന് ഇങ്ങനെ നമ്മൾ സിമ്പിൾ ഡ്രസ് ആണെങ്കിൽ ഇത്രയും സ്റ്റൈലിഷ് നെക്ക് പീസ് ഇയറിംഗ് ഇടുമ്പോൾ തന്നെ ഇറ്റ് ലുക്സ് വെരി ഡിഫറെന്റ് ആൻഡ് വെരി ഡ്രസ്ഡ് അപ്പ് ഫീൽ കിട്ടും. ഓക്കെ. അപ്പൊ നമ്മളതിന് എങ്ങനെ നെക്ലസ് അല്ലെങ്കിൽ ഇങ്ങനത്തെ നെക്ക് പീസസ് ഓൾസോ ഇപ്പൊ 1 ലെയർ അങ്ങനെ ഇടുന്നത് പല ഡ്രസ്സസിന്റെ കൂടെ, നോട്ട് വിത്ത് ദിസ്. ഓക്കെ. ആൻഡ് വി ഹാവ് ഡിഫറെന്റ് സ്റ്റൈൽ ഓഫ് ഇയറിംഗ്സ്, കളേഴ്സ് ആഡ് ചെയ്യാം. ഇത് 2024 ഫാഷൻ ഇന്നായിട്ടുള്ള ബ്രൈഡൽ ഏരിയ ആണല്ലേ ഇത്? എന്തൊക്കെയാ ബ്രൈഡലിന് വരുന്ന ട്രെൻഡ്സ്? ബ്രൈഡലിന് ഞാൻ ലെഹങ്കാസ് ചെയ്യുന്നുണ്ട്, വൈറ്റ് ഗൗൺസ് ചെയ്യുന്നുണ്ട്, ലൈക് ക്രിസ്ത്യൻ ബ്രൈഡ്സിനുള്ള. ആൻഡ് ഈവനിങ് കോക്ടെയിൽ ഡ്രസ്സസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഒരു സെമി ബ്രൈഡൽ ലൈക്ക് ഇപ്പോൾ ആ ഒരു വെഡിങ് ഒക്കേഷന് പോകുന്നവർക്കുള്ള ലെഹങ്കാസ് അങ്ങനെയുമുണ്ട്. ബോത്ത് ബ്രൈഡൽ ആൻഡ് ഫോർ ദ പീപ്പിൾ ഹു ഗോ ഫോർ ദ ഇവന്റ്, ഫാമിലീസ് ലൈക്ക് ദ സിസ്റ്റർ അല്ലെങ്കിൽ മദർ, ലൈക്ക് എംബ്രോയിഡറി സാരീസ് അങ്ങനെയെല്ലാം. ഓക്കെ. അതിൽ വരുന്ന this is a white lehenga. Instead of dupatta we gave a cape, ഒരു ലോങ് ജാക്കറ്റ് പോലെ ബ്ലൗസിന്റെ കൂടെ ഇങ്ങനെ ഓവർലേ പോലെ ഇടാം. ഇതിപ്പോ ട്രെൻഡിലുള്ളതാണ്. അതെ അതെ അതെ. ഇൻസ്റ്റെഡ് ഓഫ് ദുപ്പട്ട വേണമെങ്കിൽ ഇങ്ങനെ ഒരു ഇത്തിരി ഒരു ഇൻഡോ വെസ്റ്റേൺ സ്റ്റൈലിന് വേണ്ടി ചെയ്യുന്ന. ഓൾസോ ആഫ്റ്റർ ദ വെഡിങ് ഇവന്റ് ഇവർക്ക് വേറെ എന്തെങ്കിലും ഒക്കേഷന് വേണ്ടിയാണെങ്കിലും ഈ ജാക്കറ്റ്സ് യൂസ് ചെയ്യാം. പിന്നെ വി ഹാവ് റെഡിന് എപ്പോഴും there are customers, so then we have organza. ഇതൊരു ഡിഫറെന്റ് ആയിട്ട് ചെയ്തതാണ്. അതെ അതെ. കളേർഡ് ഓർഗൻസ ഫ്ലവേഴ്സ് ഞങ്ങൾ ഡൈ ചെയ്ത് അത് പാച്ച് ചെയ്ത് മുകേഷ് വർക്ക് ചെയ്തിട്ടുള്ള എംബ്രോയിഡറി. പീച്ച് ആവുമ്പോൾ ഒരു ന്യൂട്രൽ ആയിട്ട് നിൽക്കും. അപ്പോൾ അതിൽ കളേഴ്സ് ആഡ് ചെയ്യുമ്പോൾ ഇറ്റ് ലുക്ക് നൈസ് മോർ ദാൻ സർദോസി ആൻഡ് ഓൾ ആർ ലിറ്റിൽ ഔട്ട്ഡേറ്റഡ്. സോ വി തോട്ട് ഫാബ്രിക്സ് വെച്ചിട്ടുള്ള ഒരു ഫ്ലോർ ഈ ഒരു ബേസ് ഓർഗൻസ. ഇതൊരു മുകേഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെറ്റീരിയലാ. ഓക്കെ. അത് വെച്ചിട്ട് നമ്മൾ ഈ സീക്വൻസ് ചെയ്യുന്ന പോലെ തന്നെ ചെയ്യുന്നതാണോ? കൈ വെച്ച് തന്നെ ചെയ്യുന്ന, ഹാൻഡ് വർക്ക് വെച്ച് ചെയ്യുന്ന. ഓക്കെ. അപ്പൊ ഇങ്ങനെ വാഷിനൊന്നും പ്രശ്നം? എല്ലാം ഡ്രൈ വാഷ് ആണ് ഞങ്ങൾ പ്രിഫർ ചെയ്യുന്നത്, ബ്രൈഡൽ എസ്പെഷ്യലി. ഓക്കെ. ഹാൻഡ് വാഷ് ചെയ്താൽ ഡെഫിനറ്റ്ലി ഫാബ്രിക് എന്തായാലും പിന്നെ കളർ അങ്ങോട്ടും ഇങ്ങോട്ടും കയറി പിടിക്കുകയൊക്കെ ചെയ്യും. ഓക്കെ ഓക്കെ. സോ വി ഹാവ് മിനിമൽ വൈറ്റ് സാറ്റിൻ ബ്രൈഡൽ ഗൗൺ. ഒരുപാട് എംബിലിഷ്മെന്റ്സ് വേണ്ട, പക്ഷെ നല്ല ഫാബ്രിക്കും കട്ടും വേണം, ഡീപ് വി ആൻഡ് വിത്ത് പ്ലീറ്റ്സ് ആൻഡ് പേൾസ് അങ്ങനെ. ഓൾസോ one more, it comes with a long train. It has bead embroidery. Okay. Minimal pleatings here. നമ്മൾ എസ്പെഷ്യലി ഫോർ ബ്രൈഡിന് വേണ്ടി തന്നെയാണല്ലേ ഇത്? അതെ 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 അതെ. ഇത്രയും ലോങ് ട്രെയിൽസ് ഉള്ള വൈറ്റ് ഗൗൺസ് ബ്രൈഡ്സ് ഇടുള്ളൂ. Then we have ഒരു ഓഫ് ഷോൾഡർ യങ് ന്യൂ ഏജ് ബ്രൈഡ്സിനൊക്കെ ആൻഡ് ബാക്കിൽ ഫുൾ ലൂപ്സ് വെച്ച് ഇവിടെ വെച്ച്. Then we have a cocktail evening, കുറച്ച് ഫൺ ലൈറ്റ്, വെരി ബ്രൈറ്റ് അങ്ങനത്തെ. Then we also have drape saree. കുറച്ചുകൂടി ഡിഫറെന്റ് ആയിട്ട്
ഉള്ളത്. എങ്ങനെയാ ഇതിന്റെ ഒരു പാറ്റേൺ എങ്ങനെയാ കുറച്ച് ഡിഫറെന്റ് ആണെന്ന് തോന്നുന്നു? ഇതൊരു കണ്ടംപററി സ്റ്റിച്ച്ഡ് സാരി, കംസ് വിത്ത് വൺ സൈഡ് കേപ്പ്. കേപ്പ് ഇസ് ഫുള്ളി എംബ്ലിഷ്ഡ് ഓർഗൻസയുടെ മുകളിൽ ഫുൾ ത്രെഡ് ആൻഡ് ബീഡ്സ് വർക്ക് ഹാൻഡ് എംബ്രോയിഡറി ചെയ്തു. ഇത് ഫുൾ സ്റ്റിച്ച്ഡ് ആണ്. ഇറ്റ്സ് ലൈക്ക് നമുക്ക് സ്കേർട്ട് ഇടുന്ന പോലെ ഇടാം. എന്നിട്ട് ജസ്റ്റ് അത് എടുത്ത് വെക്കാം. ഓക്കെ. സാരി മോഡൽ താഴെ കിടക്കുകയും ചെയ്യും, മുകളിൽ വേണം. സാരി തന്നെ ഫുൾ പല്ലു അങ്ങനെ ഉണ്ട്, ഫുൾ ഡ്രേപ്ഡ് ആൻഡ് സ്റ്റിച്ച്ഡ് ആണ്. ഓക്കെ. എന്നിട്ട് ഒരു കേപ്പ് വിൽ ആഡ് ഓൺ ആ ഒരു കംപ്ലീറ്റ് ലുക്ക് കൊടുക്കുക അല്ലേ? ഓക്കെ. അപ്പൊ അതാണ് നമ്മുടെ ബ്രൈഡ്സിന്റെ. ആൻഡ് വി ഹാവ് ഇങ്ങനെ ഫുൾ പേൾസ്. ഇത് കുറച്ച് ക്യാരി ചെയ്യാൻ ടഫ് ആയിരിക്കുമോ? ടഫ്. എല്ലാ ബ്രൈഡൽ വെയർസും കുറച്ച് ഹെവി ആണ്, ബട്ട് കമ്പാരിറ്റീവ്ലി ഒരുപാട് ഹെവി ആക്കാതെ ഞാൻ നോക്കാറുണ്ട്. ആ ഡേ കുറച്ചും കൂടെ എന്താ മൂവ് അറൗണ്ട് ചെയ്യാനും കൂടെ കംഫർട്ട് ക്രിയേറ്റ് ചെയ്യാൻ ക്ലോത്ത്സ് തന്നെ വെച്ചിട്ട് തന്നെ എംബ്ലിഷ്മെന്റ്സ് ചെയ്ത് പാറ്റേൺസ് ഫാബ്രിക്കും കുറച്ചുകൂടെ റിച്ച് ക്രിയേറ്റ് ചെയ്തിട്ട് എംബ്ലിഷ്മെന്റ്സ് കുറയ്ക്കുമ്പോൾ ഇറ്റ് വിൽ ബി മച്ച് ഈസിയർ. ബട്ട് സോ മെനി ബ്രൈഡ്സ് പ്രിഫർ കുറച്ചും കൂടെ ഗ്രാൻഡ് ആവണം. അപ്പോൾ നിങ്ങൾ 2-3 ഓപ്ഷൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. വെൻ പീപ്പിൾ വാണ്ട് സംതിങ് മോർ ഗ്രാൻഡ് ദേ കെൻ ഗോ ഫോർ ഇങ്ങനെ കോർസെറ്റ് ബ്ലൗസ് ഇങ്ങനത്തെ ഹെവി. പിന്നെ ദേ വിൽ ഗെറ്റ് എൻ ഐഡിയ ഇങ്ങനെ ഒരു ഗൗൺ ആണ് ചെയ്യണമെങ്കിലും ദേ വോണ്ട് ടു സീ ഫ്യൂ ഡിസൈൻസ്, ദെൻ ദേ കെൻ ഡിസൈഡ്. അങ്ങനെ ഇതെവിടെങ്കിലും ഷോർട്ട് ഗൗൺ വിത്ത് എ ട്രെയിൽ, ട്രെയിലും വേണമെങ്കിൽ റിമൂവ് ചെയ്യാം. അങ്ങനെ മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ആയിട്ടും കൊടുത്തിട്ടുണ്ട്. സിമ്പിൾ ഗൗൺസും കുറച്ച് ഹെവി ഗൗൺസും എല്ലാം മിക്സ് ചെയ്ത്. ദെൻ മോസ്റ്റ് ഓഫ് ദ ബ്രൈഡ്സ് ഹാവ് ദെയർ ഐഡിയാസ്. നമ്മളിപ്പോൾ കണ്ടത് കൂടുതലും സിൽക്കിൽ ചെയ്തിട്ടുള്ള മെറ്റീരിയൽസിൽ ചെയ്തിട്ടുള്ള ഡ്രസ്സസ് ആണ്. അപ്പോൾ കൂടുതലും എന്തിലാണ് നോർമലി നമ്മൾ ഡ്രസ്സ് ചെയ്യേണ്ടത്? എല്ലാ ടൈപ്പ് ഓഫ് ഫാബ്രിക്സും യൂസ് ചെയ്യാം. ഡ്രസ്സസിനെ ഇന്ന സ്പെസിഫിക് ഇത് യൂസ് ചെയ്യണം എന്നില്ല, പക്ഷേ ഡിപ്പെൻഡ്സ് ഓൺ ദ ഒക്കേഷൻ. ഇപ്പോൾ ഒരു ഫംഗ്ഷൻ പാർട്ടി അങ്ങനെയൊക്കെ ആകുമ്പോൾ കൂടുതലും സിൽക്കാണ് നമ്മൾ പ്രിഫർ ചെയ്യുക. അതൊരു റിച്ച്നെസ് ക്രിയേറ്റ് ചെയ്യും. അല്ലാതെ കാഷ്വലി ഒക്കെ ആണെങ്കിൽ യു ക്യാൻ യൂസ് കോട്ടൺ, ലിനൻ. നമ്മളിവിടെ പാർട്ടി വെയർസിനും ഒക്കേഷൻ വെയർസിനും ഒക്കെ വി ഹവ് യൂസ് ഡിഫറെന്റ് കൈൻഡ് ഓഫ് സിൽക്ക്. ലൈക്ക് വി ഹവ് യൂസ് ചന്ദേരി, ഹബൂട്ടായി, mushroom silk, satin silk, modal silk, lot of Okay. ഇപ്പൊ 2024 ഇൻ എന്ന് പറയുന്ന ഒരു ഫാഷൻ ഇപ്പോൾ കാണിച്ചിട്ടുള്ള മെജോറിറ്റി കഫ്താനിൽ വരുന്ന ആ പാറ്റേൺ ആണ്. കഫ്താൻസ് ഓൾമോസ്റ്റ് കഴിയാറായി. ലൈക്ക് 2023, 2024 ഓൾവേസ് ക്യാരി ഫോർവേഡ്. കഴിഞ്ഞ വർഷത്തെ കുറച്ച് അതിങ്ങനെ കുറച്ച് കൊണ്ടുപോകല്ലോ അങ്ങനെ. പിന്നെ ഐ തിങ്ക് നമ്മൾ ഭയങ്കരമായിട്ട് ട്രെൻഡ് ഫോളോ ചെയ്യണം എന്നുമില്ല. പേഴ്സണാലിറ്റി, നമ്മുടെ ഒരു ഇൻഡിവിജ്വാലിറ്റി ആണ് എപ്പോഴും നമ്മൾ ഫാഷനിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാന്നുള്ളത്. നമുക്ക് എന്താണോ കംഫർട്ടബിൾ അതും ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. മോർ ദാൻ ഭയങ്കര ക്രേസി ആയിട്ട് നമ്മൾ എന്താ ലേറ്റസ്റ്റ് ട്രെൻഡ്, എന്ത് കളേഴ്സ് തന്നെ ഇടണം അങ്ങനെയൊന്നുമില്ല. ആൻഡ് ഓൾസോ ഡിപ്പെൻഡ്സ് ഓൺ ദ പ്ലേസ്. ഇപ്പം ഇന്റർനാഷണൽ സ്ഥലത്തുള്ള ഒരു ഫാഷൻ ട്രെൻഡ് ചിലപ്പോൾ പലപ്പോഴും നമുക്ക് കേരളത്തിൽ ഫോളോ ചെയ്യാൻ പറ്റണമെന്നില്ല. നമുക്കിവിടെ കൂടുതലും സമ്മറും ആണുള്ളത്, വിന്ററോ അങ്ങനെയൊന്നും ഇല്ല. നമുക്ക് കൂടുതലും ഇവിടുത്തെ വെതറിനും ഇവിടുത്തെ ലൈഫ് സ്റ്റൈലിനും എന്താണ് കൂടുതൽ ചൂസ് ചെയ്യണേ. പിന്നെ ഡിപ്പെൻഡ്സ് ഓൺ ദ പീപ്പിൾസ് പ്രൊഫഷൻ. അവർക്ക് എന്നും ഡെയിലി വെയറിൽ എങ്ങനത്തെയാണ് കൊണ്ടുവരണ്ടേ. അങ്ങനെ ആ ഒരു കൾച്ചറൽ ഓൾസോ ഇൻസ്പയർ ഒരാളുടെ ഫാഷൻ ഇത്. അപ്പോൾ ഇപ്പൊ കുറെ ആൾക്കാര് ഇവിടെ കേരളത്തിലെ 10th ഇയർ ആണിത്. അപ്പം ഐ ക്യാൻ സീ ദ ചേഞ്ച് കമ്മിങ്, ഡ്രസ്സിങ്ങിലാണെങ്കിലും ദ ചോയ്സ് ഓഫ് ഫാബ്രിക്സ് ദ യൂസ് ഇൻ ഓൾ. അപ്പോൾ ദാറ്റ്സ് നൈസ് അങ്ങനെ ഒരു ചേഞ്ച് വരുന്നത്. സോ ഐ പേഴ്സണലി ബിലീവ് ഭയങ്കര ട്രെൻഡ് ഫോളോ ചെയ്യാണ്ട് ആ ഒരു ഇതിനെ കോൺഫിഡൻസ് എലിവേറ്റ് ചെയ്യാൻ മാത്രം ക്ലോത്ത്സിനെ കണ്ടാൽ മതി. ഓക്കെ. അപ്പോൾ ദിയ ജോണിന്റെ ആ വാക്കുകൾ കടമെടുത്തിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഒരുപാട് പേർക്ക് ഉള്ളൊരു ഡൗട്ടായിരിക്കും എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാലാണ് നമ്മൾ ട്രെൻഡി ആവുക. അപ്പോൾ പറയുന്ന പോലെ പേഴ്സണൽ ചോയ്സ് ആണ് എപ്പോഴും നല്ലത്. നിങ്ങൾക്ക് ഏതാണ് പറ്റുന്ന ഫാബ്രിക്സ് എന്നുള്ളത് ചൂസ് ചെയ്യുക, എന്നിട്ട് ഡിസൈൻ ചെയ്യുക അല്ലെ. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എൻ്റെ അടുത്തേക്ക് വന്നാൽ അത് ഗ്യാരണ്ടി ഉണ്ടാണ്. അപ്പോൾ കസ്റ്റമൈസ് ചെയ്തിട്ട് പറഞ്ഞുതരാൻ ദിയ ജോൺ ഇവിടെ റെഡിയാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. ഓക്കെ.